മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ വാത്സല്യം നമ്മൾ അനുഭവിക്കുന്ന സമയമാണ് ഓരോ പ്രഭാതവും. ദൈവം മനുഷ്യമക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഓരോ പ്രഭാതവും വിളിച്ചോതുന്നത്. അതായത് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനായി അവൻ നമ്മെ വീണ്ടും അനുവദിക്കുക. അത് കർത്താവിൻ്റെ കരുണയുടെ ഒരു അടയാളമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം. നന്ദിയോടെ നമ്മൾ ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അവരുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലകളെ, ശുശ്രൂഷാ മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ നമുക്കവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി തീരുവാൻ തക്കവിധം പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ സമർപ്പിതരെയും എല്ലാ വൈദികരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ നിയോഗം സമർപ്പിച്ച് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമ്മൾ യാചിക്കുന്നു. നമ്മൾ ശ്രവിക്കുന്ന വചനം പരിശുദ്ധ അമ്മയെപ്പോലെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവിധം പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഇടപെടണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ഇന്നത്തെ നിയോഗത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോയുടെ വചനം ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ തിരുവചനം. കർത്താവ് പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന്. പരിപൂർണതയിലേക്ക് വളരുവാനാണ് കർത്താവ് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് എന്തിൻ്റെ പരിപൂർണതയാണ്? ദൈവസ്നേഹത്തിൻ്റെ പരിപൂർണതയാണ് നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കരുണയുള്ളതാണ്, കരുതലുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം. കരുണയും കരുതലുമുള്ള സ്നേഹം നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിൻ്റേതുപോലെ ആയിത്തീരുകയാണ്. ദൈവ സ്വഭാവം നമ്മിൽ ഉണ്ടാകുന്നത്
ഈ സ്നേഹത്തിൽ നമ്മൾ വളരാൻ തുടങ്ങുമ്പോഴാണ്, കരുണയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണ അനുഭവിച്ച സകലരും അവൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോയിട്ടില്ല. ആരൊക്കെ അവൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ടുണ്ടോ, ആരൊക്കെ അവൻ്റെ ആ സ്നേഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ, അവർ ഒരിക്കലും അവനെ വിട്ടുപോകുന്നതായി നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, വളരെ പ്രശസ്തി ആർജിച്ച പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് ദാനിയേൽ ഹാത്തോൺ എന്ന് പറഞ്ഞ ഒരു സാഹിത്യകാരൻ. ഈ സാഹിത്യകാരൻ ലോക പ്രശസ്തി ആർജിച്ച ആളാണ്. ഒരിക്കൽ ഇദ്ദേഹം തൻ്റെ മകളോടൊപ്പം 5 വയസ്സുള്ള തൻ്റെ മകളോടൊത്ത് ഒരാശുപത്രി ഇങ്ങനെ സന്ദർശിക്കുക. അവിടെയുള്ള രോഗികളൊക്കെ കണ്ട് ഇങ്ങനെ മുൻപോട്ട് നടന്നു പോകുമ്പോൾ വേഗം ഒരു സ്ഥലത്തു നിന്നൊരു നിലവിളി കേട്ടു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിലവിളിയാണ്. ആ കൊച്ചു കുഞ്ഞ് ഉറക്കെ നിലവിളിക്കുക, സാർ എന്നെ ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ നിലവിളി കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകളും ഉണ്ടായിരുന്നു. അവർ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആ ബെഡിൽ ഒരു കൊച്ചു കുഞ്ഞ് ശരീരം മുഴുവനും വ്രണങ്ങളുമായി വേദന സഹിക്കവയ്യാതെ ആ വ്രണങ്ങളോട് കൂടിയ ശരീരത്തോടു കൂടി നിലവിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. സാർ എന്നെ ഒന്ന് എടുക്കുമോ? ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരിക്കലും ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാത്ത വ്യക്തിയാണ്. തൻ്റെ ശരീരത്തിനും തൻ്റെ കൈകൾക്ക് നല്ല സുഗന്ധ തൈലങ്ങളുടെ മണവും അങ്ങനെയുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പഴക്കമുള്ള മനുഷ്യൻ ഈ വ്രണപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിനെ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേഗം ഒരു പ്രേരണ ലഭിച്ചത് വഴിയായിട്ട് ഇദ്ദേഹം ഈ കുഞ്ഞിനെ ചാടി കൈകളിലെടുത്തു. തൻ്റെ മാറോട് ചേർത്ത് ആ കുഞ്ഞിനെ പിടിക്കുക. വേദനയാൽ കരഞ്ഞുകൊണ്ടിരുന്ന ഈ കുഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു അല്പം ആശ്വാസം ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷമായി ആ മാറോട് ചേർന്ന് ഒരല്പസമയം അങ്ങനെ കിടന്നു. അതിനുശേഷം മെല്ലെ മെല്ലെ ചിരിക്കാൻ തുടങ്ങുകയാണ്. സന്തോഷത്താൽ ആ കുഞ്ഞ് വളരെയധികം നന്ദി പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ആ കുട്ടിയെ അവിടെ തന്നെ കിടത്തി ആശ്വസിപ്പിച്ചതിന് ശേഷം അവിടെ കിടത്തി അദ്ദേഹം പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അദ്ദേഹം അതിനുശേഷം എഴുതിയത് ഇപ്രകാരമാണ്: ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാത്ത ഒരു സന്തോഷവും സമാധാനവും എൻ്റെ മനസ്സിന് ഉണ്ടായി എന്ന്. അതുമാത്രമല്ല, ഇത് അതിനേക്കാൾ അധികമായി സ്പർശിച്ചത് അദ്ദേഹത്തിൻ്റെ മകളെയായിരുന്നു. റോസ് എന്ന് പറയുന്ന ഈ കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴേക്കും സുഖപ്പെടാത്ത ക്യാൻസർ രോഗികളുടെ ദാസികൾ എന്ന് പറഞ്ഞ ഒരു സന്യാസിനി സമൂഹം തന്നെ സ്ഥാപിച്ച് അങ്ങനെയുള്ള രോഗികളെയും അവശരെയും അശരണരെയും ശുശ്രൂഷിക്കുവാൻ തക്കവിധം ദൈവികതയിലേക്ക് ആത്മീയതയിലേക്ക് ഉയരുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ തക്കവിധം ഈ ഒരു സംഭവം പ്രേരണയായി എന്ന് തുടർന്ന് അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. അതായത് മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യം, ദൈവം കാണിച്ച ആ കാരുണ്യവും ആ സ്നേഹവും ഓരോരുത്തരിലും നിറഞ്ഞു കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് സമൂഹത്തിന് അനുഗ്രഹമായി സൗഖ്യമായി മാറുകയാണ്. അനേക മഹാന്മാരുടെ ജീവിതങ്ങളിലൊക്കെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. വിശുദ്ധരുടെ ജീവിതങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത്. തങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു മനസ്സ്, അത് അവൻ്റെ സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നും അവർ സ്വീകരിച്ചതായിരുന്നു. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു.
പൂർണ്ണമായും നൽകുവാൻ തക്കവിധം അനുഗ്രഹം പ്രാപിക്കുക. വിശുദ്ധ വിൻസെൻ്റ് പോൾ ഗാലി അടിമകൾക്ക് വേണ്ടി തന്നെ പൂർണ്ണമായും സമർപ്പിക്കുവാനും വിട്ടുകൊടുക്കുവാനും അടിമകളോടൊത്തായിരിക്കുവാനും വിശുദ്ധ വിൻസെൻ്റ് പോളിനെ പ്രേരിപ്പിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല, ഈ ഒരു മനോഭാവമായിരുന്നു. കരുണയുടെ മനോഭാവം, ദൈവസ്നേഹത്തിൻ്റെ മനോഭാവം. അതാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും പരിപൂർണരായിരിക്കണം. പരിപൂർണതയിൽ വളരാനുള്ള ഒരു വിളിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് സ്നേഹത്തിൽ പരിപൂർണത പ്രാപിക്കുക എന്നുള്ളതാണ്. അതാണ് അനേക വിശുദ്ധരെ തിരുസഭയ്ക്ക് നൽകിയിട്ടുള്ളതും. ആ കരുണയുടെ മൂർത്തിഭാവങ്ങളായി അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുക. ആ ദൈവത്തെ മഹത്വപ്പെടുത്തലും ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണവും എല്ലാവർക്കും ദൈവം നൽകിയിട്ടുണ്ട്. അതിനെ കുറച്ച് പേർ മനസ്സിലാക്കുന്നു, കുറച്ച് പേർ മനസ്സിലാക്കുന്നില്ല. ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഓരോ വ്യക്തിയെയും സ്വാധീനിക്കാറുണ്ട്. അത് ദൈവം അവർക്ക് നൽകുന്ന ചില സൂചനകളാണ്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിയുവാനും ദൈവത്തെ അറിയുവാനുമായിട്ട് നൽകുന്ന ചില സൂചനകളാണ്. ആ സൂചനകളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക്, ദൈവകരുണയിലേക്ക്, അവൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നവർക്കാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായി സാധിക്കുന്നത്. ഈ ലോകത്തിലുള്ള സകല സമ്പത്തുകളെക്കാളും അധികമായി കർത്താവിൻ്റെ സ്നേഹവും കരുണയും അനുഭവിക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് ഓരോരുത്തരെയും വിളിച്ചനുഗ്രഹിക്കുന്നുണ്ട്. ഓരോ വ്യക്തി ജീവിതങ്ങളിലും അവൻ കൃപകൾ ചൊരിയുന്നുണ്ട്. അത് മനസ്സിലാക്കി ആ പൂർണ്ണതയിലാണ് നമ്മളായിരിക്കേണ്ടത്. കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി പ്രവാചകന്മാരെ, പുരോഹിതരെ കാണിച്ചു കൊടുക്കുക എന്ന്. 10 കുഷ്ഠരോഗികൾ, സമൂഹം അവഗണിക്കപ്പെട്ടവർ കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവരെ സ്നേഹത്തോടെ അവരോടൊന്ന് സംസാരിക്കുവാനായി കർത്താവിന് സാധിക്കുക. സ്നേഹത്തിൻ്റെ ഒരു വാക്ക്, അതവർക്ക് സൗഖ്യമാ. നിങ്ങൾ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. പോകും വഴിയാണ് അവർ സൗഖ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. അവിടെ വെച്ചല്ല. അവൻ്റെ സ്നേഹം നിറഞ്ഞ ആ വാക്ക്, അവൻ്റെ കരുണ നിറഞ്ഞ ആ നോട്ടം അവരുടെ ജീവിതത്തിലെ രോഗത്തെ മാറ്റുകയാണ്, അവർക്ക് അനുഗ്രഹമാവുകയാണ്. അവർ പോകും വഴിയിൽ ആ അനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ അവരിലേക്ക് നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് കരുണയും സ്നേഹവും പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ ഈശോ നമ്മോടും ആവശ്യപ്പെടുകയാണ്. ആ കൊച്ചു കുഞ്ഞ് വളർന്ന് അപ്പനിൽ നിന്ന് ലഭിച്ച ആ മാതൃക സ്വീകരിച്ച് പൂർണ്ണതയിൽ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ആ ഒരു കൃപയിലേക്ക് ഉയരുവാൻ, അനേകരെ ഈ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ തക്കവിധം ആ ഒരു സംഭവത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ചു. അതുപോലെ നമ്മുടെ ജീവിത മേഖലകളിലും കർത്താവ് നൽകുന്ന ചില സൂചനകൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുഗ്രഹമാക്കി മാറ്റുവാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കുകയും ഈ ഒരു അനുഗ്രഹം പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായി നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവം സകല മനുഷ്യരെയും പരിപാലിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ നിയോഗം ഓർക്കാം. അനേകം രോഗികളെ സമർപ്പിക്കാം. അവരുടെ എല്ലാം ജീവിത മേഖലകളിൽ കർത്താവ് ഇടപെടുവാനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയൊക്കെ ഓർക്കാം. ഇന്ന് പ്രത്യേകിച്ച്
നമ്മുടെ ഗുഡ്നസ് ചാനലിന് സമർപ്പിക്കാം. ഇതിലെല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം. ഓരോ ശുശ്രൂഷകനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും വിവിധങ്ങളായ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും അനേകരിലേക്ക് ഒഴുകുന്ന വലിയ ആ കൃപയുടെ സ്രോതസ്സായി മാറുവാൻ യേശുവേ അങ്ങ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സ്നേഹം നിറയാനായി നമ്മൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഇടവക വിശുദ്ധൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം, പ്രത്യേകിച്ച് മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ നിയോഗങ്ങളും അവരുടെയൊക്കെ പ്രാർത്ഥനകളോടും ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കാം. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ നിയോഗം അനുഗ്രഹിക്കപ്പെടാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ ഇടവക മധ്യസ്ഥനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം.
തിരുസഭയോട് ചേർന്ന് നമ്മൾ ആശീർവാദം സ്വീകരിക്കുന്നു. പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് കർദിനാളന്മാരോടും മെത്രാന്മാരോടും എല്ലാ വൈദികരോടും ചേർന്ന് സമർപ്പിതരോടും ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വലിയ സ്നേഹവും അനുഗ്രഹവും ആശീർവാദവും നമ്മോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മോടും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.